സോറി. കോൺട്രാക്റ്റൊക്കെ നമുക്ക് വിടാം. പറഞ്ഞ കാശും ചെക്കുകളൊക്കെ തന്നിട്ട് എൻ്റെ അമ്മയുടെ പേരിലുള്ള കേസ് റിലീസ് ചെയ്ത് പോയിക്കോ. അതൊക്കെ ഞാൻ തരാം. പക്ഷെ അമ്മയുടെ പേരിലുള്ളത് മാത്രമല്ല, പപ്പയുടെ പേരുള്ള കേസും കൂടി റിലീസ് ചെയ്യണം. പക്ഷെ അതിലല്ലോ നമ്മൾ സംസാരിച്ചത്. നമ്മൾ തമ്മിൽ അതിന് സംസാരിച്ചിട്ടില്ലല്ലോ. എപ്പോഴും നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കല്ലേ. നമ്മൾ തമ്മിൽ ഇപ്പോഴാണ് സംസാരിക്കുന്നത്. കുറേ നാളായിട്ട് ഏതോ ഒരു നാട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് നരകിക്കുകയാണ് എൻ്റെ പപ്പ. ഇനി അത് വേണ്ട. നിങ്ങൾക്ക് പണം എത്രത്തോളം ആവശ്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പപ്പയുടെ പേരുള്ള കേസ് റിലീസ് ചെയ്യാതെ ഒറ്റ പൈസ ഞാൻ തരില്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗാണ് സാർ ഇത്. സത്യമായിട്ടും എനിക്കിപ്പോൾ ഒരു പേടിയും തോന്നല്ല. മിസ്റ്റർ ജേക്കബ് തന്ന ഗ്യാരണ്ടി ചെക്ക്. ഫിലിപ്പങ്ങള് അഡ്വാൻസ് ചെക്കുകളാണ്. സർ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. മുഴുവൻ കടവും ഞാൻ തന്നു തീർക്കും, പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ. എൻ്റെ കുടുംബത്തെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചതുപോലെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. He'll come in a minute now. Jerry? ഞങ്ങൾ പോരാ. ഓക്കെ. മുത്തേ വാടാ, പഞ്ചാരക്കൂട്ടാ വാടാ. മുത്തേ ചാടാ. വാ. Too slow. You're too fast. പ്രിയപ്പെട്ട പപ്പ, മുരളി മേനോനുമായുള്ള സെറ്റിൽമെൻറ്റിന് ശേഷം ബിസിനസ്സിൽ നല്ല പുരോഗതിയുണ്ട്. ടൂർസ് ആൻഡ് ട്രാവൽസ് ഞാൻ മുഴുവനായും ഇബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുഹൃത്തായ യൂസഫിനോടൊപ്പം ഒരു മീഡിയ കമ്പനി തുടങ്ങാനുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ. കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ബാക്കിയുള്ള കേസുകളും കടങ്ങളും തീർത്ത് പപ്പയ്ക്ക് തിരിച്ച് ദുബായിലെത്താൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അമ്മയും പിള്ളേരും നാട്ടിലെത്തിയ കാര്യം പപ്പയ്ക്ക് അറിയാലോ. അപ്പച്ചൻ്റെ ഓർമ്മ ദിവസം പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പപ്പ വരുന്ന കാത്തു നിൽക്കുകയാണ് എല്ലാവരും. ഈ ഇമെയിലിനോടൊപ്പം പപ്പയ്ക്ക് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് ഞാൻ അയക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ, സ്വന്തം ജെറി. ജെറി, ഉണ്ണിയേട്ടാ, നാളെ കാലത്ത് ദുബായിലെത്താൻ പറ്റുമോ? ഞാൻ ഇന്നലെ ഇതങ്ങ് തിരിച്ചു മേടിച്ചു. ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന അന്ന് തൊട്ട് ഇത് ഓടിച്ചിരുന്ന ആൾ തന്നെ ഇനി അങ്ങോട്ട് ഇത് ഓടിച്ചാൽ മതി. ഉണ്ണിയേട്ടാ, വെൽക്കം ബാക്ക് ടു ദുബായ്.
നാട്ടിൽ വന്നിട്ടുണ്ട്. എന്നെ നേർപ്പുള്ള ഡ്രോപ്പ് ചെയ്യോ? പിന്നെന്താടാ, കേറ് വണ്ടിയില്. പഴയ പോലെ നമുക്ക് ഇവനെ അങ്ങോട്ട് പറപ്പിച്ചാലോ? ഇന്നല്ല. സീറ്റ് ബെൽറ്റ് ഇട്ടോ, ഞാനിപ്പോ ഭയങ്കര റാഷാ. ഓ ശരി. കണ്ടാ, ഇവൻ ഇപ്പോഴും കൂലൊക്കൊന്നുമില്ല. താങ്ക് യു ജെറി. നീ എൻ്റെ ഗ്രാജുവേഷന് വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇനി ഒത്തിരി ദൂരമുണ്ടോ നിന്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്? ഇത് വീടൊന്നുമല്ല, കറിയാച്ചൻ ഞങ്ങളുടെ ഹോളിഡേ ഹോമാണ്. പുള്ളി പപ്പയുടെ സ്കൂൾ ഫ്രണ്ടാണ്. പപ്പ തിരിച്ചു വന്ന സന്തോഷത്തിൽ ഞങ്ങളുടെ മൊത്തം ഫാമിലി ഇൻവൈറ്റ് ചെയ്താ. ഇപ്പം എത്തും. ഒരു ടാക്സി മതിയായിരുന്നു. നീ ടാക്സിയിൽ മാത്രം യാത്ര ചെയ്യൂ? എടി, ഒരു മലയാളി ആവണമെങ്കിൽ ഈ വണ്ടി തന്നെ യാത്ര ചെയ്യണം. എന്ത് രസാലേ കുണ്ടും കുഴിയൊക്കെ ആയിട്ട്. ശരിക്കും അറിയടാ. ക്യാച്ച് ഫാസ്റ്റ്. പ്ലീസ് 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 എനിക്കും കൂടെ. എന്നാ പിടിച്ചോ. അമ്മു ഒന്ന് പാസ് ചെയ്യോ അമ്മു പ്ലീസ്. ജെറി, ജെറി, ജെറി. ഹായ്, ഐ അമ്മു. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് നൈസ് ടു ഫൈനലി മീറ്റ് യു. താങ്ക് യു. വാ, ചിപ്പിയെ കാണാൻ അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാ. വാ. പപ്പ എന്തി? പപ്പയും കറിയച്ചനങ്ങളും ബാക്ക് യാർഡിലുണ്ട്. ഒഴിക്കട്ടെ? വറുത്ത് കഴിക്കുന്നില്ലേ? കഴിക്കേണ്ടത് ദാ മുത്തേ, ഇത് കഴിക്ക്. മോന് ചോറിടട്ടെ? ഒരു സൈലൻസ്. നിങ്ങൾ ആരും ഒന്നും കഴിക്കുന്നില്ലല്ലോ. എൽസി, തോരനിട്ട് കൊടുക്കുക. ആന്റി, എനിക്ക് വെള്ളം തരാമോ? ദാ എബിൻ കുറച്ചുകൂടെ എടുത്ത് കഴിച്ചേ. വേണ്ട വേണ്ട, നോ നോ. എൽസി നിർബന്ധിക്കണ്ട, അവൻ എടുത്ത് കഴിച്ചോളൂ. മുത്തേ, ഭക്ഷണം കഴിച്ച നല്ല ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം ഉണ്ടോ? പിന്നെ നീ എന്താ പപ്പയോട് സംസാരിക്കാത്തെ? വന്നു തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? എടാ, എന്താ പ്രശ്നം? എനിക്കറിയില്ല അമ്മ, എനിക്കറിയില്ല. പപ്പയുടെ മുഖത്ത് പഴയൊരു സന്തോഷമില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. താടി മുടിയൊക്കെ നരച്ച് എനിക്ക് വേറെ ആരെയോ പോലെ തോന്നാം. കുറെ നാൾ കഴിഞ്ഞ് കാണുന്നുണ്ടാണെന്ന് അറിഞ്ഞൂടാ. എനിക്കടുത്ത് നിൽക്കുമ്പോൾ പോലും വല്ലാത്തൊരു അകലം തോന്നുന്നു. ചെറുക്ക, നീ വായിൽ കൊള്ളാത്ത വർത്താനൊന്നും എന്നോട് പറയണ്ട. താടിയും മുടിയും നരച്ച ആളുകളോട് നീ സംസാരിക്കില്ല? അതല്ല അമ്മ. മിണ്ടരുത്. അവൻ അകലം തോന്നുന്നു പോലും. കടം തന്നവരുടെ മുഖം പോലും ഓർക്കാതെ 100 കണക്കിന് ആളുകൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നീ എൻ്റെ ഒപ്പം ഉള്ളതായിരുന്നു നിന്റെ പപ്പയുടെ ധൈര്യം. നിനക്ക് താഴെയുള്ള 3 പേരുടെ കാര്യങ്ങളും പപ്പയുടെ സ്ഥാനത്ത് നിന്ന് നീ നോക്കി. ഇന്നത്തെ കാലത്ത് വേറെ എത്ര മക്കൾ ചെയ്യൂടാ ഇതൊക്കെ? നിന്നോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്നറിയാതെ അവിടെ നിൽക്കുക നിന്റെ പപ്പ. ചെല്ലടാ.
കണ്ണ് കണ്ണെഴുതി കണ്ണെഴുതി പൊട്ടും തൊട്ട് ഒരു സെക്കൻഡ് കളി നിർത്തോ. നല്ല ലൈറ്റാ, ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. ഓക്കെ ഫൈൻ വാ. കറിയച്ചങ്ങളെ വാ വാ പപ്പാ ഓടി വാ വാ ഓ മനസ്സിലായി, നിങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഓക്കെ ആ, വേഗം വാ, light എബിൻ, പോകും. എല്ലാവരും പൊസിഷൻ നിർത്തേ. ഏയ് പുതിയ ആൾ ഇവിടെ വാ. എന്നാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏയ് അമ്മു ഇപ്പുറത്തേക്ക്. അത് നീ ഇവിടെ വന്ന്. ആ മുത്തേ പപ്പയുടെ മുത്തേ അടുത്തേക്ക്. ഞാൻ എന്നെ ഇവിടെ ഇവിടെയാ നിൽക്ക്. ഓ ഞാൻ ഇവിടെയാ ജെറി വാടാ. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം.